എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും കണ്ടിന്യൂ ചെയ്യണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും ഇത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എൻ്റെ കാണാൻ പറ്റട്ടെ. അപ്പോൾ രാവിലെ തന്നെ ശ്യാമും പിള്ളേരെല്ലാവരും സ്കൂളിലും പോയി, ശ്യാമ ഓഫീസിലേക്കും പോയി. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ഡേ ആണ് കേട്ടോ. അപ്പം സാധാരണ ഞാൻ മൺഡേ ആണ് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. പക്ഷെ ഇന്നലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, എനിക്ക് കൊണ്ടോട്ടിയൊക്കെ പോകാനുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അത് നടന്നില്ല. അതുകൊണ്ട് ഇന്നാണ് ഞാൻ ഫുള്ള് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. ഇന്നലെ ഞാൻ മാറാമ്പരം സംഭവങ്ങളൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ജസ്റ്റ് ഒന്ന് വീടൊന്ന് തുടയ്ക്കണം, പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് കഴുകണം, അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യണം. എന്തായാലും ലെറ്റ് സ്റ്റാർട്ട്. അതെൻ്റെ പല്ല് കമ്പ്ലീറ്റ് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ ഞാൻ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, പല്ല് ഇങ്ങനെ ഗ്യാപ്പ് വന്നു. അപ്പോൾ വീണ്ടും ബ്രേസസ് ഇടേണ്ട വന്നു കേട്ടോ. എന്തായാലും ഭക്ഷണമൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യാൻ വേറെ വഴിയില്ല, അതിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇതൊക്കെ കാണിച്ചിട്ടായിരിക്കും എൻ്റെ വീഡിയോസും ഒക്കെ ഷോർട്സൊക്കെ ഉണ്ടാവുക കേട്ടോ. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ സമയം കളയാനില്ല, കുറേയധികം പണിയുണ്ട്. അപ്പോൾ വഴിയേ പറയാം കേട്ടോ. പെട്ടെന്ന് അലർജി വരുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. എനിക്കിങ്ങനെ അടിച്ചു വാരുന്നത്, പിന്നെ പുക പൊടി ഒന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ. ഈ മാറാമ്പിൽ തൂക്കുമ്പോഴൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ്. എപ്പോഴും ഷാമ്പു പറയും എന്നോട് എന്തെങ്കിലും മാസ്ക് എന്തെങ്കിലും ഇട്ടിട്ട് ചെയ്താൽ മതിയെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ മാസ്കും വായും മുഖമൊക്കെ ഇങ്ങനെ പൊത്തി വെച്ചിട്ട് എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അതുകൊണ്ട് ആ പണിക്കൊന്നും ഞാൻ നിൽക്കാറില്ല. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ കുറച്ചധികം പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ആ ടേബിളിൽ മൊത്തം അങ്ങ് നിരത്തി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജൊക്കെ കഴുകിയിട്ട് അതിലേക്ക് വെക്കാമെന്നാണ് ആദ്യം കരുതിയത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ വീടിൻ്റെ വിൻഡോസ് എല്ലാം ഓപ്പൺ ചെയ്തിടുവാണേ. കാരണം കുറച്ച് വെളിച്ചകത്തേക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വിൻഡോ തുറന്നപ്പോഴാണ് എൻ്റെ കയ്യിലൊരു സാധനം കിട്ടിയത് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാനിവിടെ ഹാങ് ചെയ്തിട്ടേക്കുമായിരുന്നു. ഈ സ്കിപ്പിംഗ് ഉണ്ടല്ലോ, ഒരു 1 ഇയർ, ഒരു വർഷം മുന്നേ എനിക്ക് ഷാമ്പു ടെക്കാത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ലൊരു സ്കിപ്പിംഗ് ചെയ്യുന്ന മെറ്റീരിയലാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചുകൊണ്ടൊന്നും ആ സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നല്ലത്, പിന്നെ യൂസ് ചെയ്തില്ല. തടി പറയാൻ വേണ്ടി ഞാൻ തന്നെ നിർബന്ധം പിടിച്ച് വാങ്ങിപ്പിച്ചതാണ്, വാശി പിടിച്ച്. പക്ഷേ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കൂടിയില്ല. ഇനിയിപ്പോൾ തടി ഇങ്ങനെ വെച്ച് വരുന്നുണ്ട്. ഇനി ഇത് വെച്ച് വേണമെങ്കിൽ തടിയല്ലേ കുറയ്ക്കാൻ. പണിയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പാട്ട് കേൾക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ. ഈ പാട്ട് വെക്കുന്ന സമയത്താണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. കാരണം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഓരോ പണിയുടെ തിരക്കിൽ ഞാനതങ്ങ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതങ്ങ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇത് ദോശയായിരുന്നു, പക്ഷേ ദോശ കഴിക്കാനുള്ള മൂഡില്ല. അപ്പം ഞാൻ 2 മുട്ട എടുത്ത് ഓംലെറ്റ് ആക്കിയിട്ട് കുറച്ച് ചായ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കുവാണ്. ഇനിയാണ് എൻ്റെ പണി തുടങ്ങാൻ പോകുന്നത്. ഇടിച്ചൊക്കെ വാരി കഴിഞ്ഞപ്പോൾ ഇനി നേരെ തുടയ്ക്കാൻ പോവുകയാണ്. ഈ തുടയ്ക്കുന്നത് ഞാൻ ഒരു തവണയല്ല 2-3 തവണയായിട്ട് ഒരു റൂം ഞാൻ തുടയ്ക്കും കേട്ടോ. അതൊരു വലിയ പണിയാണ്. എനിക്ക് ഏകദേശം വീടൊക്കെ ഒന്ന് ആകെ ഒരു ഹാളും 2 റൂമും കിച്ചണും പിന്നെ നമ്മുടെ വർക്ക് ഏരിയയും ഒക്കെയാണ് ഉള്ളത് തുടയ്ക്കാനായിട്ട്. എന്നാൽ പോലും അത് എനിക്ക് തുടയ്ക്കാൻ 2 മണിക്കൂറെങ്കിലും ഏകദേശം എടുക്കാറുണ്ട്. കാരണം ഞാൻ അത്രയും ഡീപ്പായിട്ട് ഓരോ വശവും തുടച്ചെടുക്കും. അതെൻ്റെ ഒരു ഹോബിയാണ്. എനിക്ക് ഒരു ചെളി പോലും അവിടെ ഇവിടെ ഒന്നും കാണരുത്, അതിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. എനിക്ക് ഏകദേശം ഒരു ഒ സി ഡി ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടാണ് ഞാൻ 2-3 മണിക്കൂറൊക്കെ ഇരുന്ന് തുടയ്ക്കുന്നതിൻ്റെ പുറകെ തന്നെ ഞാൻ മുകളിൽ വീണ്ടും തുടയ്ക്കുന്നൊരു സ്വഭാവക്കാരിയാണ് കേട്ടോ. എന്തായാലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ പാത്രം കഴുകാൻ പോവാണ്. കുറച്ച് പാത്രമേ ഉള്ളൂ, അതൊക്കെ കഴുകി വെച്ചേക്കാമെന്ന് വിചാരിച്ചു കൈയോടെ. ഈ ഇങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ എനിക്ക് കുളിക്കാനൊക്കെ തോന്നത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ചെയ്ത് തീർക്കുവാണ്. അതിനിടയിൽ ഞാൻ തുണിയൊക്കെ അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വാഷിംഗ് മെഷീനിൽ. അത് പിന്നെ അവിടെ കിടന്ന് കറങ്ങിക്കോളും. പിന്നെ എല്ലാം സെറ്റാകുമ്പോൾ അങ്ങ് വിരിച്ചിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ലഞ്ചിൻ്റെ പണിയൊക്കെ രാവിലെ തന്നെ ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് ഷാമൂനൊക്കെ പോകേണ്ടതായതുകൊണ്ട് രാവിലെ തന്നെ അതെല്ലാം ആയിക്കോളും. അപ്പം ഇനിയിപ്പോൾ ഫ്രിഡ്ജ് കഴുകിയിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജ് കഴിയുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ വിട്ടുപോയി. എന്തായാലും പോട്ടെ. ഞാൻ പച്ചക്കറിയൊക്കെ ഞാൻ അതിനകത്തേക്ക് ഓരോ ബോക്സ് ആയിട്ട് ഇടുവാണ് കേട്ടോ. ഞാൻ ഒന്നിച്ചങ്ങ് കയറ്റി വെക്കത്തില്ല. ഇങ്ങനെ ബോക്സ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കും, ഒരു തവണ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ എൻ്റെ ഏകദേശം തുടയ്ക്കലും പാത്രം കഴുകലും അങ്ങനെ എൻ്റെ ഏകദേശം ഇന്നത്തെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു. അതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തുനിന്ന് അകത്തേക്ക് കയറുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഹാപ്പിനെസ് ആണ് തോന്നാറ്. അങ്ങനെ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്തു. നിങ്ങൾ ഈ വാള് കണ്ടിട്ട് പേടിക്കേണ്ട, എൻ്റെ പിള്ളേരുടെ ചിത്രപ്പണികളാണ്. അവർ ഇങ്ങനെ വരയ്ക്കും. ശ്യാമൊന്നും പറയാറില്ല, ഞാൻ മാത്രമേ വഴക്ക് പറയുള്ളൂ ഇങ്ങനെയൊന്നും വരച്ച് കൂട്ടല്ലേന്ന്. എനിക്കിഷ്ടമല്ല ഇങ്ങനെ ചെയ്യുന്നത്. എന്നാലും ശ്യാം എന്നെ വഴക്ക് പറയും, അവർ ചെയ്തോട്ടെ, അങ്ങനെയാണെങ്കിൽ. കാരണം നമ്മളിത് അപ്പാർട്ട്മെൻ്റ് ആണല്ലോ, മറ്റുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ നമ്മൾ കർട്ടൻസ് ഒന്നും ഇട്ടിട്ടില്ല. കർട്ടൻസ് ഇടാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ചെയ്തില്ല. സമയം കിട്ടുന്ന പോലെ ഓരോന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വിട്ടേക്കുമായിരുന്നു. ഇനി ഡ്രില്ലർ വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാം സെറ്റ്
സെറ്റ് ചെയ്തിട്ട് വേണം കർട്ടൻസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിടാൻ. ഏകദേശം സമയം ഇപ്പോൾ ഒരു 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. എന്തായാലും പിള്ളേരെ വിളിക്കാൻ പോകുന്നതിന് മുന്നേ ഞാനൊന്ന് കുളി അങ്ങ് പാസ്സാക്കാമെന്ന് വിചാരിച്ചു. വേഗം ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ കുളിക്കാനായിട്ട് കയറുകയാണ് കേട്ടോ. ഞാൻ ഇനിയും പാട്ടൊന്നും നിർത്തിയിട്ടില്ല. പാട്ടെൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന വരെ ഈ ടി വിയിൽ ഇങ്ങനെ പാട്ട് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്കത് കേട്ടുകൊണ്ടേയിരിക്കണം. കാരണം വീട്ടിൽ ആരും ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ ആരെങ്കിലുമൊക്കെ എൻ്റെ മൂക്ക് ഫീൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം പണിയൊക്കെ തീർത്തു. സമയം 5 മണി എങ്ങാണ്ട് ആവാറായി. പിള്ളേരെ കൂട്ടിയിട്ട് വരാൻ പോകണം. പിന്നെ ഇപ്പോൾ പിള്ളേരെ കൂട്ടിയിട്ട് വരട്ടെ. പിള്ളേരെ കൂട്ടാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ റോഡിലേക്ക്. അപ്പോൾ അവിടെയാണ് വണ്ടി വരത്തുള്ളൂ, ഉള്ളിലേക്ക് വരത്തില്ല. ഉള്ളിലേക്കുള്ള വഴി മോശമായതുകൊണ്ടായിരിക്കാം എന്തോ വരുന്നില്ല. അത്രയും മോശക്കേടൊന്നും ഇല്ല കേട്ടോ, പക്ഷെ അവർ വരുന്നില്ല. എന്തായാലും സാരമില്ല, ഞാൻ തന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരണം. ഇങ്ങനെയാണ് കുട്ടൂസൻ എപ്പോഴും. മിക്കവാറും ദിവസങ്ങളിൽ അവൻ കിടന്നുറങ്ങും. പിന്നെ വീട് വരെ ഞാൻ എടുത്തുകൊണ്ട് വരും. എന്തായാലും അവർ വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് അവലും ചായയൊക്കെ തിളപ്പിച്ച് വെച്ചിരുന്നു. നല്ല ശർക്കര കാപ്പിയാണ് കേട്ടോ. അവർ വരുന്ന നല്ലോണം വിശന്നൊക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ വെളുത്തുള്ളി പൊളിക്കാനുണ്ട്. ഇനി ഇതാണ് എൻ്റെ പണി. ഈ വെളുത്തുള്ളി മുഴുവൻ ഇരുന്ന് ഒറ്റയ്ക്ക് പൊളിച്ചെടുക്കണം. അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പണിയൊക്കെ തന്നെയാണല്ലോ, പ്രത്യേകിച്ച് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഇനി ഇതങ്ങ് ചെയ്യട്ടെ. എന്തായാലും ഇന്നത്തെ ദിവസം ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂറിൻ്റെ ഇരിപ്പാണ് കേട്ടോ. ഇനിയും തീർന്നിട്ടില്ല വെളുത്തുള്ളി പൊളിച്ചതാ. ഇപ്പം ഇത്ര ഞാൻ പൊളിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉണ്ട്. കുഞ്ഞിതാണ്. ഭയങ്കര പണിയാണ് കേട്ടോ ഈ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുക എന്നുള്ളത്. വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കി എളുപ്പമാണ്. ഈ വെളുത്തുള്ളി പൊളിച്ചുണ്ടാക്കുക എന്നുള്ളത് കുറച്ച് പാടുള്ള പണിയാണ് കേട്ടോ. എന്തായാലും ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഏകദേശമൊക്കെ തീരാറായി. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബൈ.